ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആൾക്കാർ ഇതിപ്പോൾ ഈ എപ്പിസോഡ് രണ്ടാമത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല. ആ പ്രീവിയസ് എപ്പിസോഡ് കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലബസ് കാര്യങ്ങൾ ഓടിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് കേൾക്കാത്തവർക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡ് കാര്യങ്ങൾ മനസ്സിലാവും. മനുഷ്യരെ വാനനിരീക്ഷണം നടത്തി സ്റ്റാറുകളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ജ്യോതിയുണ്ട്, അതായത് ഒരു വെളിച്ചമുണ്ട്, അല്ലെ വെളിച്ചത്തെ സ്റ്റഡി ഓഫ് ജ്യോതി. അപ്പോൾ ജ്യോതി അസ്ട്രോളജിയുടെ ഒരു കൺസെപ്റ്റ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാഖ ഡീറ്റെയിൽഡായിട്ടുള്ള ആദ്യം മുണ്ടേൻ അസ്ട്രോളജിയെ പറ്റി ഇവിടെ പറഞ്ഞിരുന്നു. ആ കാലാവസ്ഥ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഏതൊക്കെ വേദങ്ങൾ ഉണ്ടെന്നുള്ള അല്ല ഏത് വേദത്തിൽ നിന്നാണ് എടുത്തത് അങ്ങനെ ഓടിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കവർ ചെയ്തിട്ട് വന്നിട്ട് സെക്കൻഡ് എപ്പിസോഡ് കാണുന്നത് നല്ലതാണ്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിൽ ഒതുക്കാനുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. ഇവർ നിരന്തരമായിട്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് മനസ്സിലാക്കി ഗാലക്സിയിലെല്ലാം ഒരു സെർട്ടൻ എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റാറുകളുണ്ട്, ആ സ്റ്റാറുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ഇത് ബ്രഹ്മാണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവരെഴുതി. പിന്നെ ബിഗ് ബാങ് തിയറി, അതൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ കവർ ചെയ്യും. അപ്പം ഈ ബ്രഹ്മാണ്ട എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ട പിണ്ട ബ്രഹ്മാണ്ട, അണ്ട പിണ്ട ബ്രഹ്മാണ്ട, അതായത് ജനനം അണ്ട പിണ്ട എന്ന് പറഞ്ഞാൽ ബോഡി, അണ്ട എന്ന് പറഞ്ഞാൽ ബർത്ത്. അപ്പം ബർത്ത് കഴിഞ്ഞ് ബോഡി, പിന്നെ ട്രാൻസ്ഫോർമേഷൻ കർമ്മ തിയറിയാണ്, കർമ്മ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അണ്ട പിണ്ട ബ്രഹ്മാണ്ട. അപ്പോൾ ഈ ബ്രഹ്മാണ്ട എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ ഉള്ള ഒരു കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. രാശികളിൽ ഓരോ 27 നക്ഷത്രങ്ങളാണ്. 27 നക്ഷത്രങ്ങളിൽ മൂലം നക്ഷത്രം. അപ്പോൾ ഈ മൂലം നക്ഷത്രത്തിൽ നിന്നാണ് നമുക്കിവിടെ ഭൂമിയുടെ ഉൽപ്പത്തി. അതായത് ഈ ബ്ലാക്ക് ഹോൾ എന്ന് അറിയപ്പെടുന്ന ധനുരാശിയിലാണ് മൂലം നക്ഷത്രം. അപ്പോൾ ഭൂമിയുടെ നക്ഷത്രം അല്ലെന്നൊരു രാശിയായിട്ട് കണക്കാക്കുന്ന ധനുരാശിയാണ്. അതാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് ഉള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇവർ മനസ്സിലാക്കി ഈ ഗാലക്സി എല്ലാം ഫിൽഡ് വിത്ത് സ്റ്റാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവർ മനസ്സിലാക്കി. അങ്ങനെ പല നക്ഷത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്, ധ്രുവ നക്ഷത്രങ്ങളുണ്ട്, ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗ്രഹങ്ങളെല്ലാം പലതും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രഹങ്ങളെല്ലാം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭൂമി പോലും 23 ഡിഗ്രിയിലാണ് ഭൂമി ചരിഞ്ഞിരിക്കുന്നത്. ഈ 23 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 28 ഡിഗ്രി വരെ പറയുന്നുണ്ട്. അത് 23.5 ഒരു കൺസെപ്റ്റ്. അതായത് ഈ ഭൂമി എപ്പോഴും ചരിഞ്ഞുകൊണ്ടിരിക്കുക. ഇത്ര എവരി 500 ഇയേഴ്സിൽ 0.0, അത് അയനാംശ എന്ന് പറയും, അയനാംശ. അപ്പോൾ ഈ അയനാംശ വരെയുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് പ്രെഡിക്ഷൻ ചെയ്യാമെന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കുക. ഓരോ ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 400 ഇയേഴ്സ് 500 ഇയേഴ്സിൻ്റെ അനുസരിച്ചുള്ള ചേഞ്ച്. പണ്ട് 400 ഇയേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 500 ഇയേഴ്സ് ഉള്ള ഒരു കൺസെപ്റ്റിൽ ഈ ഭൂമി ഇത് ഉള്ളതും അതേപോലെ ഗ്രഹങ്ങൾ തമ്മിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഗ്രഹങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഭൂമി പല ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭൂമിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കറക്റ്റ് നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നില്ല. അപ്പം ധ്രുവനക്ഷത്രം, അതായത് പൊളാരിസ് എന്ന് പറയുക, അങ്ങനെ ഇവർ പൊളാരിസിനെ നോക്കിയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. കാരണം പണ്ട് വാസ്കോ ഡി ഗാമ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് ഇന്ത്യ വരുമ്പോഴൊന്നും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരിയുള്ള വടക്ക് നോക്കിയ യന്ത്രമോ അല്ലെന്നില്ല ആ ഒരു സമയത്ത് പലതും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നക്ഷത്രത്തെ നോക്കിയാണ് ട്രാവൽ ചെയ്തത്. നോർത്ത് പോൾ, അതായത് നോർത്ത് നക്ഷത്രം, നോർത്ത് പോളല്ല, ഈ നക്ഷത്രം ധ്രുവനക്ഷത്രം എന്ന് പറയും, പൊളാരിസ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇപ്പോഴും ആ പ്രോപ്പറായിട്ടുള്ള ഭൂമിക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കെന്ന് പറഞ്ഞ ഒരു ഡയറക്ഷൻ, അതായത് ഇമാജിനറിയാണ്. കാരണം ഈ ഗ്രഹങ്ങളെല്ലാം എപ്പോഴും ഗ്രഹങ്ങളും നമ്മുടെ ഭൂമിയെല്ലാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫിക്സഡായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇമാജിനറി ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോഴും. കാരണം ഈ ഒരു ഫിക്സഡായിട്ടുള്ള പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ ഓരോ ഇൻകാർണേഷന് അവതാരമൊക്കെ വരുന്നു. അവതാരം എന്ന് പറഞ്ഞാൽ ആദി ഭൂമിയിൽ ഉണ്ടായേക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, ആദി സീ ആണ്, സീ ആനിമൽ. അതായത് ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് കൺസെപ്റ്റ് ഇന്ന് ആ ബിഗ് ബാങ് തിയറിയുടെ കൺസെപ്റ്റും ഡാർവിൻ സിദ്ധാന്തങ്ങളും എന്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സി ആണ് ഭൂമിയുടെ വലിപ്പത്തിനെക്കാട്ട് ഇത്ര ടൈംസ് ഓഫ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കൺസെപ്റ്റ്
മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മത്സ്യം, കൂർമ്മം, വരാഹം, ഇപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സ്യാവതാരം അല്ലെന്നൊരു കൂർമാവതാരം, മത്സ്യം വന്നു. അപ്പോൾ മത്സ്യം നിന്നാണ് സ്പീഷീസ് വന്നു. അത് കഴിഞ്ഞിട്ട് ആംബീബിയൻസ്, മറ്റൊന്നൊരു ഈ കടലിലും കരയിലും കൂടെ ജീവിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഇത് സ്പീഷീസ് ഇവിടെ ജനറേറ്റ് ആവുന്നു. അത് മത്സ്യ, കൂർമ്മം, വരാഹം, നരസിംഹം. അപ്പം നരസിംഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നരസിംഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയണാണ്. ലയനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ഒരു നേച്ചർ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ, അല്ലെങ്കിൽ ആ ഒരു പ്രൗഢി, അങ്ങനെ ഉള്ള ഒരുപാട് ഒത്തിരിയുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആ ലയനുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ മത്സ്യകൂർമ്മം, വരാകം കഴിഞ്ഞ് നരസിംഹത്തിൻ്റെ ആ ഒരു ഇതിലോട്ട് പോകുമ്പോഴായിട്ടുള്ളത്. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ജസ്റ്റ് നമ്മളൊരു എന്നൊരു ഫാൻറ്റസി മാതിരി നമ്മൾ ആ ഒരു ബേസ് ഒന്നും ഉണ്ടെന്ന് വരില്ല. നമുക്ക് അടുത്തതിന് ഒരു ത്രില്ല് വേണം. നമ്മൾ പഠിക്കുന്നതിനകത്തൊരു ത്രില്ലുണ്ടെന്ന് വരില്ല കാര്യങ്ങൾ നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴേ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വരില്ലേ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതുപോലെ ഇത് കാരണം പല ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഓടിച്ചു പറയുന്നത്. അത് കഴിഞ്ഞ് നരസിംഹം, വാമനൻ്റെ കൺസെപ്റ്റ്, നമ്മുടെ ഓണവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മഹാബലി ചക്രവർത്തി, ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളനുസരിച്ചുണ്ടായിട്ടുള്ള പല മിത്തോളജി, പല മിത്തും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഭൂമിയുടെ വലിപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ 8.65 ലാക്സ് ഡിസ്റ്റൻസ്, പ്രകാശവർഷം അകലെയാണ് ഭൂമി സൂര്യനുമായിട്ടുള്ള പല ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, അതായത് നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 108 പാദങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ 108 പാദം, അതായത് 360 ഡിഗ്രി ഡിവൈഡ് ബൈ 27 നക്ഷത്രം. അപ്പം ഇൻറ്റു 27 നക്ഷത്രം ആയപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 × 27 എന്നാൽ 108. അപ്പോൾ 108 പാദങ്ങളാണ്, 108 ഈ നക്ഷത്രങ്ങളുടെ ആ ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ 360 ഡിവിഷനെ ബാക്കിയുള്ള ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ക്ലാസ്സിലായിട്ട് കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ 108നും വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് ഭൂമിയുടെ ടോട്ടൽ ഡയമീറ്ററിൻ്റെ 108 ടൈംസാണ്. അതുപോലെ സെൻറ്ററിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അല്ലെന്നൊരു നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻ്റ് ഡിഗ്രി വെച്ച് ഇത്ര വെച്ചിട്ടുള്ള, അതായത് 107.77 ആ ഒരു രീതി, 108. അപ്പം അതേമാതിരി സൂര്യൻ്റെ ടോട്ടൽ ഡയമീറ്ററിൻ്റെ 108 ടൈംസുള്ള ഒരു ഡിസ്റ്റൻസാണ് ഭൂമിയിൽ നിന്ന് സൂര്യനോട്ട് പോകാനുള്ളൂ, സൂര്യനിൽ നിന്ന് ചന്ദ്രനോട്ട് പോകാനും, ചന്ദ്രനിൽ നിന്ന് സൂര്യനോട്ട് പോകാനുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാം, 100% അത്. അപ്പോൾ ഇങ്ങനെ ഈ 108ൻ്റെ കണക്ക്, അതുപോലെ പൊളാരിസ് എന്ന് പറഞ്ഞ സ്റ്റാറ്, അതേമാതിരി ജ്യേഷ്ഠ നക്ഷത്രം, അൻഡോറിയ, അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സ്റ്റാറായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഈ ഭൂമിയുടെ എന്നല്ല, സൂര്യൻ്റെ വലിപ്പത്തിൻ്റെ 700 ഇരട്ടി ആണ് ഇതിൻ്റെ സൈസ് തന്നെ ഉള്ളത്. സൂര്യൻ്റെ ടോട്ടൽ വലിപ്പത്തിൻ്റെ 700 ഇരട്ടിയാണ് ഈ അൻഡാറിയ എന്ന് പറയുന്ന അല്ല ജ്യേഷ്ഠ നക്ഷത്രത്തിൻ്റെ വലിപ്പം. അപ്പോൾ ഏറ്റവും വലിപ്പം കൂടിയാണ്. അപ്പോൾ പോളാരിസ് പറഞ്ഞു, ജ്യേഷ്ഠ നക്ഷത്രം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പരശുരാമൻ എന്ന വേറൊരു അടുത്ത ഒരു തിയറി എന്ന് പറഞ്ഞാൽ പരശുരാമൻ എന്ന കില്ല് ചെയ്യുന്ന ആൾക്കാരെയല്ല, ഒരു സംഹാരമൂർത്തിയായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഇതൊക്കെ ഓരോ കൺസെപ്റ്റും കൂടെയാണ്. കാരണം മനുഷ്യനെ ജനിച്ചു കഴിഞ്ഞാലും എടുത്താലും അവർക്ക് പലരും റിയാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ ഓരോ ഇൻവെൻഷൻ ഓഫ് ടൂൾസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി മനുഷ്യൻ ആദ്യത്തെയൊക്കെ ഓരോ ഡെവലപ്മെൻ്റ് അനുസരിച്ച് ഓരോ ചെറിയ ആദ്യം കല്ലുകൊണ്ട് പിന്നെ തീ കത്തിക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോ നമ്മുടെ പരിണാമ വികാസത്തിൻ്റെ കൂടെ ഒരു സ്റ്റോറി കൂടിയാണ് ഈ ഒരു പിക്ചറിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ബേസിക്കായിട്ടുള്ള മനസ്സിലാക്കാതെ. പരശുരാമന്, ബലഭദ്രരാമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് കൾട്ടിവേഷൻ, അതായത് ഇൻഡസ്ട്രി അല്ല, ഒരു നമ്മുടെ കാർഷിക വിപ്ലവത്തിൻ്റെ ആളാണ്. അതാണ് ഇവിടെ കലപ്പ. കാരണം ഒരുപാട് മനുഷ്യർ ഇതാക്കി മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചിട്ട് ജീവിക്കാൻ ഇത് അവിടെ നോക്കിയാൽ ശ്രീരാമൻ്റെ കൊടുത്തേക്കുന്ന അമ്പാണ്. അമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ വേട്ടക്കാരനായിരുന്നു. അപ്പം ആ ഒരു കൺസെപ്റ്റ് വേണം ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുൾപ്പെടെ. ബാക്കി തിയറിയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതും നിൽക്കട്ടെ, ഇത് നിൽക്കട്ടെ, എല്ലാം ഒരു കൺസെപ്റ്റ് ബേസ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക.
കാരണം അത് കാരണം ഒരുപാട് രാജ്യങ്ങളെ ഒരുപാട് കൺസെപ്റ്റ് ഒരുപാട് ജാതി മതങ്ങൾ ഇത് വർഗം എല്ലാം വരുന്നതിൻ്റെ ഇതിൽ ബാക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മിത്തോളജിക്കലും അല്ലാതെയും ഒക്കെ ഇതുണ്ട്. അപ്പോൾ ഇത് കാർഷിക വിപ്ലവത്തിൻ്റെ ആളാണ് നമ്മുടെ ഇവിടെ ബലഭദ്രരാമൻ്റെ കലപ്പേന്തി നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ സ്റ്റേജ് മാറി അത് കഴിഞ്ഞ് കൃഷ്ണൻ വന്നപ്പോഴത്തേന് അടുത്ത യുഗം മാറി. ഇവിടെ ചക്രായുധം അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ടെക്നോളജി, അതായത് ടെക്നോളജിയുടെ ആളാണ് കൃഷ്ണൻ. അതായത് ബുധൻ്റെ കർമ്മയാണ്. ബുധൻ എന്നാണ് നമ്മളിപ്പോൾ ഈ അടുത്ത ഇതിൻ്റെ അങ്ങനെ ഓരോ ഇതിൻ്റെ കർമ്മ കാര്യങ്ങളെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴത്തേന് അത് എക്സ്പ്ലെയിൻ ചെയ്യും ഓരോ. അപ്പോൾ കൃഷ്ണൻ വന്നപ്പോഴത്തെ ഒരു ടെക്നോളജി റിവല്യൂഷൻ. അപ്പോൾ ആ ടെക്നോളജി, അതായത് ഇത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച് മിസൈൽ, അങ്ങനെ അന്ന് നമ്മുടെ മഹാഭാരതത്തിലും ഗീതയിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ പല കാര്യങ്ങളും എഴുതപ്പെട്ടേക്കുന്ന അന്നത്തെ ആ ഇന്നിപ്പോൾ ഈ ടെക്നോളജി ഇന്ന് വന്നെന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ടെലസ്കോപ്പ് ബാക്കി കാര്യങ്ങൾ അല്ലെന്ന രീതിയിൽ നാസ ഒക്കെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 200 years. അപ്പം നമ്മൾ 10,000 വർഷത്തിന് മുമ്പ് ഇവിടെ ഇനി ഇത്ര ഡിഗ്രി ഇത്ര ഗ്രഹങ്ങളുണ്ടെന്നും ആ ഗ്രഹങ്ങൾ പോകുന്നതും ട്രാൻസ്മിഷൻ ഓഫ് മൈൻഡ് കൂടുമാറുന്ന വിദ്യ മൈൻഡ്, അങ്ങനെ ഒരുപാട് മൈൻഡ് ട്രാവൽ ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. കാരണം അറിവെന്ന് പറഞ്ഞാൽ ജർമ്മൻ ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ അടുത്ത് ഇത്ര അറിവുണ്ട്, ലോകം അറിവിന് വേണ്ടി ദാഹിക്കും. സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്യാൻ നമുക്ക് എന്താ പറയുന്നത്, ഇന്ത്യക്ക് ഒരു പ്രൊഫഷണലിസം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പേറ്റൻ്റ് എടുക്കാനോ പല കാര്യങ്ങളും ഒന്നും നടന്നില്ല. പക്ഷേ നേരം ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസൊക്കെ കൊണ്ടുപോയി. പക്ഷേ ഈ ഒരു പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാം ഇന്ത്യയിൽ എഴുതിപ്പെട്ടേക്കുന്ന നാസയൊക്കെ വരുന്നതിന് 10,000 വർഷം മുമ്പ് എഴുതപ്പെട്ടേക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്. മാത്രമല്ല ഇന്ത്യ വേൾഡിലെ ടോട്ടൽ സമ്പത്തിൻ്റെ ഏകദേശം 60% ഇന്ത്യയുടെ കയ്യിലായിരുന്നു നേരത്തെ എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി, അല്ല ബ്രിട്ടീഷുകാരൊക്കെ അവർ പല രാജ്യങ്ങളും ഇന്ത്യയൊക്കെ അഭിനിവേശം ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ നശിച്ചു പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് മതി. അപ്പം ഈ കൃഷ്ണൻ്റെ ആ ടെക്നോളജിയുടെ അവതാരം കഴിഞ്ഞ് കൽകി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഓരോ, പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ദ്വാപരയുഗം, ത്രേതായുഗം, അപ്പോൾ ആ യുഗങ്ങളെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഓരോ എപ്പിസോഡിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതിനെപ്പറ്റി ഓരോ ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് വരില്ല ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മീൻസ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനോ എടുക്കണം. കാരണം നമ്മളൊരു കമൻറ്റ് ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതിലും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് അതുമായിട്ട്. കാരണം നല്ല അഡ്വാൻസ്ഡ് പ്രഡിക്ഷൻ, കാരണം ഇതിനകത്ത് അഡ്വാൻസ്ഡ് പ്രഡിക്ഷനും കാര്യങ്ങളും ഒന്നും ഈ ഫ്രീ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ആകുകയില്ല. അത് മനസ്സിലാക്കിയാൽ ബേസിക്കായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമ്മളപ്പോൾ ഈ ബൃഹനാഡി, നക്ഷത്രനാഡി, അപ്പോൾ ഈ നക്ഷത്രനാഡിയാണ് ഈ ഒരു ഇത്ര ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ ന്യൂമറോളജി ഇടയ്ക്ക് ഓരോ ക്ലാസ് കാണും. ന്യൂമറോളജിയുടെ അങ്ങനെ ഇരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ന്യൂമറോളജിയുടെ ക്ലാസ് കാണും. മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റാൻഡമായിട്ടുള്ള നമ്മൾ ക്ലാസ് കാണുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനെടുക്കാനോ അല്ലെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല ലിങ്കിൽ ചേരാവുന്നതാണ്. അപ്പം ഇത്രയാണ് പറയാൻ ഈ ക്ലാസ്. അപ്പോൾ ഇനി അടുത്തത് 3rd എപ്പിസോഡ് വരുന്നതാണ്. അപ്പോൾ ഇത് 2nd എപ്പിസോഡാണ്. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം.